ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം പറഞ്ഞ വളരെ സന്തോഷപ്പെട്ട വിശേഷമാണ്. നമ്മള് വിശേഷമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും സന്തോഷം എന്ന് പറയാം. എല്ലാവരും കുറെ ആൾക്കാർ നമ്മളെ വീട്ടില് കുറെ ആൾക്കാർ വന്നു. കുറച്ച് സമയം നമ്മൾ എന്താന്ന് തന്നെ അറിഞ്ഞില്ല. വളരെ സന്തോഷം. ഭയങ്കര ഒച്ചയും ബഹളവും നമുക്കൊന്നും അറിയില്ല. കൈ എടുക്കണ് ഏതേതാ എടുക്കണ ഓട്ടോറിക്ഷ വരുന്ന്, ബൈക്ക് വരുന്ന്, അതിക്ക് എടുത്തേക്കിന് കൊണ്ടുപോകുന്നു. പൊക്കപ്പാട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളെ വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ നമുക്ക് പറ്റൂലല്ലോ. ക്യാമറ ഓടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം അവരോട് സംസാരിക്കണം. അതിന്റെ രസം വേറെ ഒക്കെപ്പാടുണ്ടായപ്പോ എല്ലാവരും പിന്നെ ഇത്ര അറിഞ്ഞില്ല. അല്ലെങ്കിൽ നമ്മളൊരാളത് എടുത്തു കൊടുക്കാനായിട്ട് ഒരാളോടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും. അപ്പൊ ഇന്നലെ വിശദമായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് വണ്ടൂരുന്ന ഒരാള് നമ്മളെ വിശേഷം കണ്ട് ഫസ്റ്റ് നേരത്തെ പറഞ്ഞാണ് കേട്ടോ. നമ്മളെ വിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. വണ്ടൂരുന്ന ഒരാൾ നമുക്ക് ഫസ്റ്റ് ഒരു തൈ തന്നു, പിന്നെ 2-3 തന്നു. പിന്നെ നമുക്ക് നാട്ടുകാർക്ക് മൊത്തം വെക്കാന്. അപ്പൊ ആളെ ഉദ്ദേശം എന്താ വെച്ചാല് നമ്മളെ നാട് മൊത്തം ഓക്സിജൻ പകരട്ടെ, പിന്നെ പഴങ്ങളൊക്കെ കിളിയാളും എല്ലാരും കൊത്തി തിന്നിട്ട് അപ്പൊ എല്ലാവർക്കും ഉപകാരമാവട്ടെ. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഇന്നൊരു 110 തൈ തരാറുണ്ട്. അപ്പൊ 110 തന്നാള്. അപ്പൊ എന്താ ഞാൻ കാട്ടണ ചോദിച്ചു, പൈസ എന്തെങ്കിലും കൊടുക്കണോ ചോദിച്ചു. അത് നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്ക് വന്നു. അപ്പൊ നമ്മൾ അതേമാതിരി തന്നെ ആള് തന്നതേപോലെ നമ്മളായിരുന്നു ഒന്നും വാങ്ങില്ല. പക്ഷെ എല്ലാവരും ചോദിച്ചു നമ്മുടെ പൈസ എന്തേലും ഒന്നും വേണ്ട, എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും എത്തിക്കാൻ പറ്റിയില്ല. പിന്നെ വെള്ളമൊക്കെ എല്ലാവരും 3-4 കൊണ്ടുപോകല്ലേ. ഇനി ഉണ്ടാകുമ്പോ നമ്മളിഞ്ഞ് കാണിച്ചാല് ഓരോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ആൾക്കാർക്ക് കിട്ടാണ്ട് കേട്ടോ. അപ്പൊ ഞമ്മക്ക് എന്തെങ്കിലും താമസിച്ച് നമ്മള് വിശ്വാസത്തിൽ അറിയിക്കും നമ്മളല്ലേ. ഇന്നലെ കമന്റിൽ കുറെ ചോദിച്ചിട്ടുണ്ട് തരുമോ. പക്ഷെ എവിടെ അറിയാത്തോണ്ട് ഇപ്പൊ നമ്മളെന്താ ചെയ്യാ. ഇന്നലെ വീഡിയോയില് ചോദിച്ചിരുന്നു തരുമോന്ന്. അപ്പൊ ആരാ എന്താ ഒന്നും നമുക്ക് അറിയില്ല, എവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ബുക്ക് ചെയ്തു. രാത്രി രാവിലേക്ക് ഇപ്പൊ കമന്റ് നോക്കണ്ട എല്ലാവരും പറഞ്ഞപ്പോ നേരത്തെ കമന്റിലുണ്ട് ഇതിനെ പറ്റി തിന്നൂടെ. പക്ഷെ നമ്മളും അതേമാതിരി നമ്മളത് പൈസ വാങ്ങിയിട്ടല്ല കൊടുക്കുന്നത്, നമ്മളും വെറുതെ കൊടുത്തതാണ്. അപ്പോൾ ആൾക്കാർ വിചാരം വണ്ടിയെടുത്ത് തിന്നൂടെ എന്നാണ് പറയണത്. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് വെറുതെ ഇറക്കി തരാം, നമ്മൾ പൈസക്ക് വിൽക്കുന്ന ആളെ വിചാരം. അതിന്റെ പിന്നാലെ പോകണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മേലാല് കമന്റിന്റെ പിന്നാലെ നമ്മൾ പോണില്ല. അതങ്ങനെയാണ് അല്ലേ. അപ്പൊ അത് കൂടുതൽ പറയണില്ല. നമ്മളെ വിശേഷങ്ങള് കണ്ട എന്താ 60 ആളായി. 60 ആള് പേര് എഴുതിണ്ട്. അതിലിപ്പോ 1 2 3 4 5 6 7 16 ആള് വന്നു. ഇത് കൊണ്ടുപോയിക്കോ. കൊണ്ടുപോ. നിനക്ക് എന്ത് തയ്യാ വേണ്ട, ഏതാ വേണ്ട പറയും. എടുക്ക്. അപ്പോഴെടുക്കോളൂ. എത്ര വന്നു പോലും തുടങ്ങി. എല്ലാരെയും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഇതാക്കളെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് മൂപ്പരം പേര് എഴുതിക്കളാം. എന്റെ പേരെന്താ പറഞ്ഞേ? ബീജു. അപ്പൊ എവിടെ വീട്? ഒരു തെങ്ങ് കൊടുത്താ ശരിയല്ലോ. അങ്ങനെ എടുത്തോളൂ. തെങ്ങ് ചാക്കട ആക്കട തെങ്ങ് എന്താ എടുത്തോളേ. ആയിക്കോട്ടെ. ഹലോ, ഇങ്ങോട്ട് വാ. പിന്നെ വേറെന്താ ആൾക്ക് അല്ല എടുത്ത ചില പേരല്ല ഇതെടുത്തോ. തെങ്ങുണ്ടായിട്ട് തേങ്ങ ഫസ്റ്റിലെ തേങ്ങ ബൽക്ക് നമുക്ക് പ്രാർത്ഥന മതി. ഒരു കൊലേക്ക് ഇത് കൊണ്ടേക്കോ. അല്ല അത് ഏതെടുത്തേക്കണ്ട തയ്യേ മൂച്ചി ആയിക്കോട്ടെ. പിന്നെ റംബുട്ടാന്, ചിക്കു, തെങ്ങ്, പ്ലാവ്.
ആ റംബുട്ടാൻ ഞാൻ നോക്കട്ടെ. മുച്ചി തൈ ഉണ്ട് കേട്ടോ. ആ എല്ലാരും നമ്മളെ വീട്ടിൽ ഇങ്ങനെ പരിപാടി നടക്കുമ്പോ നമ്മള് ഇങ്ങനെ വീഡിയോ എടുത്തിക്കാൻ കഴിയില്ല നമുക്ക്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മള് കൊടുക്കലും വേണം, ഇത് എടുക്കാനും കഴിയില്ല. കുറെ ആൾക്കാരൊന്ന് പോയി ഇതവിടെ എടുത്തുവെച്ചിട്ടുണ്ട്. ഒക്കെ ഓരോരുത്തരെ വിളിച്ചറിഞ്ഞ എടുത്തുവെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരെ വിളിച്ചറിഞ്ഞ അവിടുത്തെ പൊട്ടിയാണത്. ഇതവിടെ എടുത്തുവെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരെ വിളിച്ചറിഞ്ഞാണ് അല്ലേ. നമ്മളെ കമന്റിലൂടെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. പക്ഷെ നമ്മളെ ആൾക്കാർക്ക് എവിടെ വീട് എല്ലാവരും കൂടെ നമുക്ക് അറിയില്ലല്ലോ. ഇജ്ജ് കൊണ്ടുപോവാനാ? കൊണ്ടുവരാ. ഏതാ എടുത്തേച്ച് കിട്ടിയണക്ക് കുഴിച്ചിട്ടോ? കുഴിച്ചിട്ടോ? എത്ര എളുപ്പം ഇത് പറ്റിയെടുത്തോ? പറ്റിയെടുത്തോ? മൊരട് മണ്ണാണ് എടുത്തത്. ഒക്കെ ബെഡയ്യ. എനിക്ക് ഒരു തെങ്ങും തയ്യും ഒരു റംബുട്ടാനും. ഓർക്ക് 2 തയ്യാതി, 2 വീട്ടിക്ക് ഓരോ തൈ. മാമയ്ക്കും റംബുട്ടാൻ ഏതാണ്ടേ വേഗം കഴിഞ്ഞ് വേഗം കൊണ്ടേക്കോളെ. കാലിയായി. നിങ്ങൾ മതി, അങ്ങനെ മതി, അങ്ങനെ മതി. ഏതാണ് എന്താണ് ഏതാ എടുക്ക് കൊണ്ടുപോകും കേട്ടോ ആൾക്കാര്. നാസറാക്കാരെ പെണ്ണുങ്ങളൊക്കെ ഒന്നുണ്ട്, ആരാ അറിയില്ല, പറഞ്ഞു തരില്ല. പേരെഴുതിക്കോട്ടെ എല്ലാരും. ഗുഡ്സും കൊണ്ടാ വരുന്ന ഒരാള്. മതിയോ? അത് മതി, അന്നെടുത്തോ. എടുത്തോട്ടെ. അനക്ക് ഏതാ വേണ്ടച്ചെടുത്തോ. ഫിലാവ് ആക്കണ അവിടെ. ഫിലാവ് കഴിഞ്ഞോ? അല്ല ആക്കണ അവിടെ അപ്പുറത്താണ് അറിയാത്ത. ആ ഹാജി അത് മൂച്ചി അതൊക്കെ തന്നെ. ഓന് കണ്ണ് കാണൂലടാ, പറഞ്ഞിട്ട് കാര്യല്ല. കയ്യാനെ ഞങ്ങക്ക് കുഴിച്ചിട്ടുണ്ടാ മതി. അതാ ചിക്കു അത് ചിക്കു. റംബുട്ടാൻ കഴിഞ്ഞു. അതിനെന്താ വെച്ചാ ആർക്കും ഒപ്പം കൂടാൻ പറ്റൂല. അപ്പൊ അത് റിയാസ് കൊണ്ടുപോയോ? വണ്ടി നിറച്ച് കൊണ്ടുപോയോന്. റഫി എടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെന്താ പറഞ്ഞു തെങ്ങ് ഉണ്ട്, ഒരു 1 2 3 4 5 തെങ്ങ് കൂടി ഉണ്ട്. ഇനി ആൾക്കാര് വരും. പിന്നെ അതാണ് അവിടെ ഒക്കെ എടുത്തച്ചാണ് കൊറേ. അപ്പൊ നമ്മള് രാവിലത്തെ തൈകളെ തിരക്കൊക്കെ ഭയങ്കര തിരക്കാണ്. ഇനി കൊണ്ടുപോകണ്ടോ? ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ചേച്ചിമാരുണ്ടാവുണ്ട്, അവിടെ കുറച്ച് നമ്മളെ ഫ്രണ്ട് കൊണ്ടുപോകുന്നുണ്ട്. 1 2 3 4 ഒക്കെ പാടെ വന്നിട്ട് വന്നപ്പോ നമുക്ക് വീട് ശേഷം എടുക്കാൻ എല്ലാരും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ നമ്മള് കൊടുക്കലും ഒക്കെ പാടുമ്പോൾ കഴിയണില്ലേ.
പിന്നെ നമ്മള് കൊടുത്താലൊക്കെ പേരൊക്കെ ഒന്ന് എഴുതി വെക്കലും അങ്ങനെയൊക്കെ തിരക്കുന്നു. അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ മാക്സിന്റെ ബിസിനസ്സൊക്കെ പാടെ കൊറിയർ കൊടുക്കാൻ പോയി കുറെ കമന്റ് അവിടെ ചെന്നപ്പോ ആ തിരക്കിലത് കൊടുക്കാൻ പോയി. അവിടെ ചെന്നപ്പോ ആ പോസ്റ്റ് ഓഫീസ് അടവ്. അപ്പൊ അത് അവിടെ ഇങ്ങോട്ടേ കൊണ്ടുവന്നു. അല്ല എന്താണ് അപ്പൊ അങ്ങനെയൊക്കെ ആയിപ്പോയിട്ടാ. പിന്നെ നമുക്കൊരു വിശ്വസ് പറയാനുണ്ട് കേട്ടോ. നമുക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ഈ മാക്സിന്റെ ബിസിനസ് വന്നതിന് ശേഷം നമുക്ക് കുറെ വിശ്വസൊക്കെ നമ്മളോട് പറയാൻ പറഞ്ഞതൊക്കെ എന്താ പറയാ പറയാൻ പറ്റാതെ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ അതിന് ക്ഷമ ചോദിക്കാണ്. അപ്പൊ ഇന്നലെ നമുക്ക് ഒരു വിശ്വസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മള് മറക്കാതെ ഞാൻ ഡ്രസ്സ് കൊണ്ടുവരുന്ന തിരക്കിലൊക്കെ ആയതുകൊണ്ട് പിന്നെ വന്നപ്പോ നമ്മളെ തൈകൾ വന്നപ്പോ പറയാൻ വിട്ടത് ഇന്നലെയായിരുന്നു. പക്ഷെ അത് നമ്മള് പിന്നെ സന്തോഷം അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്താ ഇന്ന് നമ്മള് പറയുന്നുണ്ട്. ലാവണ്യ എന്നാണ് കേട്ടോ കുട്ടീന്റെ പേര്. എറണാകുളത്ത് വൈപ്പിൻ അല്ലേ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പൊ ലാവണ്യ. അപ്പൊ ലാവണ്യ കുട്ടീന്റെ ഫോട്ടോ നമ്മള് വെക്കണുണ്ട്. എല്ലാരും വിഷ് ചെയ്യാട്ടോ. അപ്പൊ മുന്നേ ഇതേപോലെ തന്നെ നമുക്ക് വെച്ച ഫോട്ടോയും എന്താ പറയാ ബർത്ത്ഡേ കണ്ടത് കൊറേ ദിവസം മുന്നേ കഴിഞ്ഞു പോയി. അപ്പൊ അതിന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞു പോയി. ലാവണ്യ മോക്ക് പറഞ്ഞമ്മ 1000 ജന്മദിന ആശംസ. ഫോട്ടോ കണ്ടുതരാം. അപ്പൊ എല്ലാരും ഫോട്ടോ കണ്ടില്ലേ? എന്താ കൊഴിഞ്ഞമ്മ? അമ്മ മാങ്ങാക്കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നമ്മളെ തൈന്റെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേച്ചിന്റെ മോള് വന്നിരുന്നു. അപ്പൊ പഴുത്ത നാടമാങ്ങ കൊണ്ടുവന്നതാണ്. മാങ്ങണ്ടിയാണ് കേട്ടത്, നാടമാങ്ങയുടെ. അത് കൂട്ടിയിട്ടില്ലേ നോക്കി. ഇപ്പൊ ശർക്കരയൊക്കെ ഇപ്പൊ ആക്കിയിട്ടുണ്ടെന്നുള്ളൂ. അത് ഇന്നലത്തെ കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. ആ കടല ബാക്കിയായി. അതിന്റെ ചാറ് എല്ലാരും കോരിക്കൊണ്ടുപോയി. കഷ്ണം അവിടെ കിടന്നിരുന്നു. അപ്പൊ അമ്മ അതൊന്നും ബാക്കിയാക്കി കളയാനായിക്കില്ല. അതെടുത്തിട്ട് ഇങ്ങനെ നാളികേരപ്പത്തൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കി കൊടുത്ത സന്തോഷമായിട്ട് വെറുതെ കോരി തിന്നും കടല. അങ്ങനെ ഇങ്ങനെ കോരി തിന്നും കേട്ടോ. കട്ടൻ ചായക്കൊക്കെ ഇതിങ്ങനെ കോരി തിന്നും. അങ്ങനെ ആക്കി വെച്ചാല് അതിന് വേണ്ടിട്ട് അങ്ങനെ ആക്കി. അപ്പൊ നമുക്ക് തയ്യന്റെ വിശേഷം പറഞ്ഞാല് അല്ലേ, നമ്മളെ കാക്കാക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. എപ്പോഴോ ഒരു തയ്യ് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇവിടെ തയ്യൊക്കെ വെക്കണം എന്നുള്ള വീഡിയോ കണ്ടിട്ട് ആള് നമുക്ക് ഒരു തയ്യ് കൊണ്ടുവന്നു ഫസ്റ്റ്. പിന്നെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വീഡിയോ കണ്ടിട്ട് കേട്ടോ, നമുക്ക് ഒരു ഇതില്ലല്ലോ. നമ്മളെ അടുത്താണ് ഒരു 8 കിലോമീറ്റർ പോയത് ആളെ വീട്ടിക്ക്. പിന്നെ നമുക്ക് കുറച്ചുകൂടി കൊണ്ടുവന്നു. പിന്നെ ഒരു വട്ടം പറയാതെ ഇതൊക്കെ കേട്ടോ, ആരോടോ ചോദിച്ചറിഞ്ഞിട്ട് ഒരു വട്ടം വന്നത്. അപ്പോഴാണ് മാവിന്റെ തൈ ഭാര്യയും ഭർത്താവും. എന്നിട്ട് പിന്നെ ഒരു വട്ടം കൂടി ഇതേപോലെ പറയാതെ ഉണ്ട് വരുന്നത്. അപ്പുണ്ട് തെങ്ങും തൈയും റംബൂട്ടാനും പിന്നെ ഒരു വെള്ളം കലക്കണ നാരങ്ങല്ലേ അതിന്റെ ഇത്ര പോലെ അതേപോലെ 3 തൈയും കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ അപ്പോൾ പറഞ്ഞ് എന്താ ഇനി ഇതേപോലെ നിങ്ങളാ ചുറ്റുവട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി പൊട്ടർക്കൊക്കെ കൊടുത്തോളി, എല്ലാവരും വെച്ച് പിടിപ്പിക്കട്ടെ, നമുക്ക് അതിന്റെ പുണ്യം കിട്ടി. എല്ലാവർക്കും നല്ല ഓക്സിജൻ കിട്ടട്ടെ അല്ലേ. നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ നല്ല ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് ആൾക്കാര്. മാമ്പഴം ഉണ്ടായി എല്ലാവർക്കും കഴിക്കാം. അമ്മേന്റെ ചേച്ചീന്റെ അടുത്തൊക്കെ ഇട്ടിട്ട് ഇപ്പൊ തന്നെ വീഡിയോ ഇട്ട് നമുക്ക് ഫോട്ടോ ഇട്ട് തന്നു. എല്ലാരും കൊണ്ടുവരും, എല്ലാരും നല്ലപോലെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഉണ്ടാക്കി കുഴിച്ചിട്ടത് ഫോട്ടോ. കാരണം വല്യമ്മ നല്ല 10-30,000 റുപ്യക്ക് ചെലവുണ്ട് അതിന്. അത് വെക്കാനോ ഇതാക്കാനോ ഒക്കെ അത്രയും വലിയൊരു മനസ്സ്. അപ്പൊ എന്നാലും ഒരു തന്ന തൈ കൊണ്ടുപോയി ഇന്നെ വെച്ചിട്ട് ഫോട്ടോ ഇട്ടുന്നുണ്ട്. ആളെന്താ പറഞ്ഞു അത്രയും നനച്ച് നോക്കണം. അതാണ് കൊണ്ടുപോയവരൊക്കെ നമ്മള് വെറുതെ കിട്ടാണ് എഴുതിട്ട് നമുക്ക് നശിപ്പിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു. പക്ഷെ നമ്മളെ അയലോക്കത്തുള്ള ആൾക്കാരൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല, ഒക്കെ നല്ല നോക്കുന്ന ആൾക്കാരാ. കൃഷിയൊക്കെ അറിയുന്ന ആൾക്കാരും പിന്നെ ഇങ്ങനെ ഒരു തൈ കിട്ടിയാൽ വെക്കാന്നുള്ള ഒരാൾക്കാരാണ്. അപ്പൊ ആൾക്ക് ഇത്രേ പറയാനുള്ളത്, നല്ല ഓക്സിജൻ കിട്ടട്ടെ നമ്മുടെ നാട്ടില് അല്ലേ. ഇപ്പൊ നമ്മളെ തൈന്റെ ഇതില് മൊത്തം നമ്മളെ നാട് മൊത്തം തന്നു. അതൊക്കെ ആകുമ്പോ ഓരോ ചിന്തയിൽ നമ്മളും ഉണ്ടായിക്കോളും. ഒരാൾക്കില്ലെങ്കിൽ മറ്റാളത് കഴിക്കാലോ. ആരും ഒറ്റയ്ക്ക് കഴിക്കും. ഇവിടെ മൊത്തത്തിൽ അങ്ങനെ നമുക്ക് എല്ലാവർക്കും തരും. അതുകൊണ്ട് നമുക്ക്
അപ്പൊ നമുക്ക് ആ കാക്കാക്കും താത്താക്കും എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കാം. കാക്കാക്കും താത്താക്കും കാക്കാന്റെ കുടുംബക്കാര് നമ്മള് തയ്യട്ടിയാലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് ഉറപ്പാണ്. എപ്പോഴും ഓർമ്മയിലുണ്ടാവുമല്ലോ. ഓർമ്മയിലുണ്ടാവും. പിന്നെ കാക്കാക്ക് ഇങ്ങനെ തയ്യച്ച് പിടിപ്പിക്കണാണ്. അപ്പൊ അവിടെയും നന്നാവട്ടെ, അവിടെ തന്നെ മൊത്തം ആ തൈകളൊക്കെ ഉണ്ടായി അവിടെയും കൂടി. പിന്നെ ആൾക്ക് ഇതൊന്നല്ല, ഇത് സെയിലിന്റെ പരിപാടി ഒന്നല്ല. അപ്പൊ എന്നാല് ഇന്നത്തെ വിശേഷം വളരെ സന്തോഷപ്പെട്ട ദിവസമായിരുന്നു. മാങ്ങാക്കറി വറക്കാണ് തൂമിക്ക. ഉലുവ ഇടണം. ഉലുവ 2 മണി 2 മണി ഉലുവ, കടുക്, കറിവേപ്പില, ഉണക്കമുളക് ഇതിട്ട് തൂമിച്ചിട്ട് നമ്മൾ മാങ്ങാക്കറിക്ക് അങ്ങോട്ട് ഒഴിക്കാം. അതാണ് ചട്ടിയിൽ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. നാളെ കറി 2 ദിവസം 3 ദിവസമൊക്കെ കൂട്ടാം. പക്ഷെ അത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടായപ്പോഴത്തേക്ക് ഒരു കളർ വെച്ചൊരു മഞ്ഞ കളർ വേണത്. അത് നമ്മളെ മുളക് നല്ല മഞ്ഞ ഉള്ളത് ഇത്തിരി ചോപ്പായി, കുറച്ച് ചുവപ്പായി. മുളക് നല്ല കളർ ഉണ്ടായ കാരണത്. ഈ മഞ്ഞ കളറാണ് മാങ്ങ പുളിശ്ശേരി. നമ്മളത് ഫുള്ള് വെക്കണത് നമ്മളൊരു ദിവസം. നമുക്ക് മാങ്ങ കുറച്ച് ബാക്കിയുണ്ട്, നമുക്കൊരു വിശേഷത്തിൽ നമുക്ക് കാണിക്കാം. പിന്നെ നമ്മളെ ഷോർട്ട് ഫിലിമൊക്കെ ഉഷാറാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഒരു 5 മിനിറ്റുള്ളൊരു വീഡിയോ ഇട്ട അമ്മ ചിരിച്ച് ബ്ലൂപ്പർ ഇട്ട ഭയങ്കര രസമായിരുന്നു. അമ്മയ്ക്ക് പറഞ്ഞെടുക്കണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അമ്മ എന്തുണ്ടെങ്കിലും ചിരിച്ച് ഇങ്ങനെ വരും. അമ്മയോട് ചീത്ത അറിയാൻ പറഞ്ഞാല് ചിരിച്ചു തരാം. ചിരിക്കണേ. അല്ല നമ്മള് റിയൽ ചെയ്താൽ മതി. നമ്മള് പറയണത് ഇങ്ങനെ ചെയ്താൽ മതി. അമ്മേനൊന്ന് പഠിപ്പിച്ചെടുക്കണ്ട്. എല്ലാവർക്കും ചെറിയാണ്, പക്ഷെ നമ്മള് ചിരിച്ച് അങ്ങോട്ട് നമ്മള് 4 ആള് പഠിച്ചിട്ട് ഇതുവരെയായിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മളങ്ങനെ ഒന്നും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോ ഭയങ്കര ഇതാണ്. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ പഠിക്കാണ്ട് അടിപൊളി വീഡിയോസ് ആയിട്ട് വരണ്ടല്ലേ. 2-0 ഒരു നാടൻ ഫാമിലി നമ്മളെ ബിസിനസ് എന്നൊക്കെ എത്തിയപ്പോ ഷോർട്ട് ഫിലിം തന്നെ ആയിക്കോട്ടെ. മണം വരുന്നുണ്ടോ നിങ്ങൾക്കല്ല? അമ്മ എന്താ പറയാ, മാക്സ് എല്ലാരും പറ്റിയത് കമന്റ് ഇട്ടുണ്ട്. കുട്ടിയപ്പോ പോണ് കുഴിച്ചിട്ടാരാ പറഞ്ഞത് തൈ കൊടുക്കാം. അപ്പൊ എന്നാലും നാളെ വരാം അല്ലേ? അപ്പൊ നാളെ കാണാട്ടോ. എല്ലാവർക്കും ബൈ.